السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ബലിപെരുന്നാളിന്റെ സന്ദേശം എന്നും നിത്യപ്രസക്തമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ കാരണങ്ങളും ഓരോ കാലത്തും വളരെ വ്യക്തതയോടുകൂടി സമൂഹത്തിന് ഉപകാരപ്പെടുന്നതും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രതിഫലാർഹവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്ദേശം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിത്യപ്രസക്തമായി തീരുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ വർത്തമാന കാലത്തിന്റെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്ര എന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് കാപട്യമാണ് എന്ന് പറയേണ്ടി വരും. ഓരോ വാർത്താ പകലുകളും അന്ത്യചർച്ചകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. വിശ്വസിച്ചവർ ചതിക്കുന്നു എന്നുള്ളത്. കാമുകന്റെ കൂടെ ഒളിച്ചോടുവാൻ വേണ്ടി ഭർത്താവിനെയും മക്കളെയും ഒക്കെ വിഷം കൊടുത്ത് കൊന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കിയത് നമ്മൾ നിർവികാരതയോടുകൂടിയാണ് പലപ്പോഴും കേട്ട് നിന്നിട്ടുള്ളത്. ഏതാനും പവൻ സ്വർണത്തിനു വേണ്ടി വൃദ്ധരായ മാതാപിതാക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന മക്കളെ നമ്മൾ കാണുന്നു. തന്റെ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമായതിന്റെ പേരിൽ നൊന്തുപെറ്റ മക്കളെ പുഴയിലേക്ക് വലിച്ചെറിയുന്നതും വാർത്തയായി നമ്മൾ കേട്ടിട്ടുണ്ട്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത സാഹചര്യം എന്ന് സംജാതമായിരിക്കും.
ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പിൻപറ്റണം എന്ന് പഠിപ്പിച്ചത്. ആ പ്രവാചകനാണ് ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രസക്തി നമ്മോട് സംസാരിക്കുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം എന്ന് പറയുന്നത് വിവേകത്തിന്റെ മാർഗമാണ്. അത് ബുദ്ധിമാന്മാരുടെ മാർഗമാണ്. ആ മാർഗം സ്വീകരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിഡ്ഢിയായിത്തീരുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സു. തന്റെ ജീവിതത്തിൽ ഒരാളും തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ വെറുക്കുകയില്ല, വെറുക്കാൻ സാധിക്കുകയില്ല, അത് സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഹനീഫൻ എന്ന പദമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചത്. ഹനീഫ് എന്ന വാക്കിനർത്ഥം വക്രതയില്ലാത്തവൻ എന്നാണ്, ഋജുമാനസൻ എന്നാണ്. തന്റെ ജീവിതത്തിൽ ഒരു വക്രതയും സ്വീകരിക്കാതെ നേർമാർഗത്തിൽ മാത്രം സഞ്ചരിച്ച ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ 10 തവണ ഹനീഫൻ എന്ന് ഉപയോഗിച്ച വാക്കിൽ 9 തവണയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് മാത്രമായിരുന്നു. ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ. പ്രവാചകരെ താങ്കൾ പറയുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം ഋജുമാർഗമായിരുന്നു. അത് വഞ്ചനയുടേതോ കാപട്യത്തിന്റെയോ കളവിന്റെയോ മാർഗമായിരുന്നില്ല. തനിക്ക് ബോധ്യപ്പെട്ട വിഷയം, തനിക്ക് മനസ്സിലായ ഒരു ലോകം, നാളെ പരലോകമുണ്ടെന്ന വിശ്വാസം, തന്നെ സംരക്ഷിക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന ബോധ്യം, അതിൽ നിന്ന് തന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും റഹ്മാനായ റബ്ബിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തന്നെ വിശ്വസിച്ചു ജീവിക്കുന്നവരോട് കാപട്യമില്ലാതെ പവിത്രമായ ഒരു ജീവിതം നയിച്ചവനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇന്നിന്റെ മുഖമുദ്ര കാപട്യത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ അത് കച്ചവടത്തിന്റെ മേഖലയിലുണ്ട്, കുടുംബജീവിതത്തിന്റെ മേഖലയിലുണ്ട്, സാമൂഹിക ജീവിതത്തിലുണ്ട്. പുറമോടിയിൽ അഭിരമിക്കുകയും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും മൃഗീയമായ മോശമായ ഒരു സാഹചര്യം കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ പവിത്രമായ ദിനത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ നാം എങ്ങനെയാണ് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഹനീഫൻ, ഋജുമാനസനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, വക്രതയില്ലാത്തവനായിരുന്നു എന്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ മില്ലത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാനും ഉൾക്കൊള്ളുവാനും തിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ സെലിബ്രിറ്റികളെയോ സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ നാട്ടിൽ നാം കാണുന്ന നേതാക്കളെയോ അല്ല. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും പരിശുദ്ധിയും നമ്മുടെ നാളെയുടെ ലോകത്തെ വിജയിപ്പിക്കാൻ, നാളെയുടെ ലോകത്തേക്ക് കർമ്മങ്ങളുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും ഋജുവായ ഒരു മാർഗം സ്വീകരിക്കാൻ നാം തീരുമാനിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ ഒന്നാമത്തെ സന്ദേശമായി നാം ഉൾക്കൊള്ളേണ്ടത്. രണ്ടാമത് സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തിന്റെ മറ്റൊരു മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏത് രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും ഇന്ന് സമൂഹം തയ്യാറാണ്. വിശ്വാസം, പരലോകം, അല്ലാഹ്,
വിശുദ്ധ ഖുർആൻ ഇതിന്റെ കാര്യത്തിൽ ഏതൊരു അഡ്ജസ്റ്റ്മെന്റും ആളുകൾ തയ്യാറാണ്. അതെന്തായാലും കുഴപ്പമില്ല. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോ, സ്വന്തം താല്പര്യപ്പെട്ട ഒരു വിഷയം വരുമ്പോ, അത് ഒരു 2 സെന്റിന്റെ വിഷയമായാൽ, അല്ലെങ്കിൽ ഒരു വഴിയുടെ വിഷയമായാൽ, അത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വിഷയമായാൽ, അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കിടയിൽ വിള്ളലില്ലാതിരിക്കാൻ വേണ്ടി ഒരു വിഷയമായാൽ പോലും ഒരു വിട്ടുവീഴ്ചക്ക്, ഒരു സഹാനുഭൂതിയുള്ള ഇടപെടലുകൾക്ക് പരസ്പരം തയ്യാറാവൂല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് സ്വാർത്ഥതയുടെ ലോകമാണ് ഇന്ന് മനുഷ്യന്റെ മറ്റൊരു മുഖമുദ്ര എന്നത്. നോക്കൂ നിങ്ങൾ, ഇത് പറഞ്ഞാൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലും വിശുദ്ധ ഖുർആനിലും അത് വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? വിശ്വസിച്ചാൽ പോരെ എന്നാണ്. വിശ്വസിച്ചാൽ പോരെ, ദൈവമുണ്ടെന്ന് അംഗീകരിച്ചാൽ പോരെ, ഇസ്ലാമിൽ മാത്രം വിശ്വസിക്കണം എന്ന് പറയുന്നത് വർഗീയതയല്ലേ എന്നാണ്. ഇതാണ് ഒന്നാമതായി വരുന്ന ചോദ്യം. രണ്ടാമത്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ പോരെ, ഏകനായ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കും. അവിടെ നിഷ്ക്രിയമാവുകയല്ല വേണ്ടത്. അവിടെ ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം ഇങ്ങനെയായതുകൊണ്ട് ഞാനിതാ നിശബ്ദനാകുന്നു എന്ന് കുടുംബത്തിൽ ഒരു നിശബ്ദ പിതാവിന്റെയോ ജ്യേഷ്ഠന്റെയോ സഹോദരന്റെയോ റോളല്ല നമുക്കുണ്ടാവേണ്ടത്. സമൂഹത്തിൽ ജീവിക്കുമ്പോ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കാരണം ഞാനിതാ നിശബ്ദനായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നോക്കൂ നിങ്ങൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് ലഭിച്ച പവിത്രമായ വിശ്വാസത്തിൽ അചഞ്ചലമായി നിലകൊള്ളുകയായിരുന്നു എന്നതാണ് വസ്തുത. മാത്രമല്ല, താൻ ഉൾക്കൊണ്ട വിശ്വാസത്തിൽ തന്റെ കുടുംബത്തെ ചേർത്ത് നിൽത്തുകയും ആ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരിലും. ആരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഭാര്യയും മക്കളുമാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. തന്റെ ജനതയെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ആ പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നിങ്ങളുടെ ഇബാദത്തിന്റെ വിഷയമാണ്, നിങ്ങൾ പങ്കുചേർക്കുന്ന വിഷയമാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ. അവൻ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷ നൽകുന്നവൻ. അവൻ തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായിരുന്നു, ഒറ്റക്കായിരുന്നു. ആ നാട്ടിലെ രാജാവ് നമ്രൂദ് എന്ന മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് എതിരായിരുന്നു. തന്റെ കുടുംബത്തിൽ സംരക്ഷണം നൽകുമെന്ന് താൻ ആഗ്രഹിച്ചു പോയ പിതാവ് ആസർ, ആ നാട്ടിലെ ഏറ്റവും വലിയ ബിംബാരാധകനും ബിംബങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവനും അതിന് വേണ്ട രൂപത്തിൽ പരിചരണം നടത്തുകയും ചെയ്യുന്ന ആ നാട്ടിലെ വലിയൊരു മനുഷ്യനായിരുന്നു, അല്ലേ? തന്റെ കുടുംബത്തിൽ നിന്ന് യാതൊരു പിന്തുണയുമില്ല, ഭരണകൂടത്തിൽ നിന്ന് യാതൊരു പിന്തുണയുമില്ല. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ, റഹ്മാനായ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊന്നും നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷ നേടുകയില്ല. ഈ വർത്തമാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറയാൻ പ്രേരിപ്പിച്ചത് കേവലമായ വ്യക്തി താല്പര്യമായിരുന്നില്ല, തന്റെ സാമൂഹിക ബാധ്യതയുടെ ഭാഗമായിരുന്നു. തന്റെ ജനത, തന്റെ കുടുംബം, തന്റെ അയൽവാസികൾ, തന്റെ ബന്ധുമിത്രാദികൾ, തന്റെ സുഹൃത്തുക്കൾ, ഇവർ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നരകാവകാശിയായി തീരുമെന്ന ഭയമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടാവേണ്ടത്. സ്വാർത്ഥതയിൽ നിന്ന് മുക്തമായ ഒരു വിശ്വാസം, എനിക്കും എന്റെ കൂടെയുള്ളവർക്കും സ്വർഗം ലഭിക്കണമെന്ന
ഏറ്റവും സുന്ദരമായ ചിന്ത എന്നെ പഠിപ്പിച്ചത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. അവിടെയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തക്ബീറിന്റെ മഹത്വം നമ്മോട് സംസാരിക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തെ മറ്റൊരു മുഖമുദ്ര എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി എരിഞ്ഞു തീരുന്നു എന്നതാണ്. കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്റെ കൂടെയുള്ള ഈ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ജീവിക്കുന്നത്? നമുക്കൊരു മറുപടി ഉണ്ട്. എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ ഭർത്താവുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വിദേശത്ത് കഷ്ടപ്പെടുന്നത്, സ്വദേശത്ത് കഷ്ടപ്പെടുന്നത്. എന്നാൽ അതേ മനുഷ്യൻ, ആത്മാർത്ഥമായി ജീവിക്കുന്ന അതേ സഹോദരൻ, അവന്റെ കുടുംബത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒട്ടും ഇടപെടുന്നില്ല എന്നതാണ് ഈ കാലത്തിന്റെ മറ്റൊരു മുഖമുദ്ര. ശരിയല്ലേ സഹോദരങ്ങളെ? സ്വന്തം കുടുംബത്തിന്റെ ദീന് പറഞ്ഞാൽ അവിടെ അങ്ങ് സൈലന്റ് ആകും, അവിടെ തനിക്ക് താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. എന്നാൽ അതിന് പറയുന്ന ന്യായമാണ് പ്രധാനം. പുതിയ കാലല്ലേ, പുതിയ തലമുറയൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടൂല എന്നാ ആരെ പറഞ്ഞ സഹോദരങ്ങളെ? ആരെ പറഞ്ഞത്? ദീനിയായി കൃത്യമായ അറിവ് നൽകിയ ഒരു മകനും ഒരു മകളും നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല. ഇനി പരീക്ഷണമായി കടന്നു വന്നാൽ അത് റഹ്മാനായ റബ്ബിന് അറിയാമല്ലോ, അത്രേ നാം ചിന്തിക്കേണ്ടതുള്ളൂ. എന്നാൽ ന്യായം പറഞ്ഞുകൊണ്ട് പുതിയ കാലമല്ലേ, അവർക്ക് പ്രായപൂർത്തിയായില്ലേ എന്നാൽ ഞാൻ പറയുന്നില്ല, അവന്റെ ഉമ്മ പറയട്ടെ, അവന്റെ അമ്മാവൻ പറയട്ടെ. ഇങ്ങനെ നാം പറയാതെ ഇതിൽ മാത്രം ഒരു നിഷ്ക്രിയമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന്, അതൊരു മുഖമുദ്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നാം പഠിക്കേണ്ടതുണ്ട്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ ഏറെ വ്യത്യസ്തരായിരുന്നു. തന്റെ പിതാവിനോടാണ് അദ്ദേഹം ദീനിനെ കുറിച്ച് സംസാരിച്ചത്. തന്റെ പിതാവ് തന്നെ അംഗീകരിക്കുകയില്ല എന്ന് പൂർണ്ണ ബോധ്യം ആ മകനുണ്ടായിരുന്നു. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക, തീർച്ചയായും തന്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. നോക്കൂ നിങ്ങൾ, പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, പിതാവേ ഇന്ന് കഴിയും കേട്ടോ, ഈ ജീവിതം ഇവിടെ അവസാനിക്കും കേട്ടോ, താങ്കളും മരിക്കും ഞാനും മരിക്കും, പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹു ഒരു വിചാരണ വെച്ചിട്ടുണ്ട്. ആ വിചാരണയിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ കിട്ടും. മാത്രല്ല വലിയ ശൈത്താനാണല്ലോ അത് വലിയായി രക്ഷാധികാരിയായി താങ്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അതൊന്ന് ഉപേക്ഷിച്ച് അള്ളാഹനെ സ്വീകരിക്കണേ. നോക്കൂ നിങ്ങൾ, ആ പിതാവിനോട് സംസാരിച്ചത് തന്റെ മനസ്സിലുള്ള ഈ ബോധ്യം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരോരുമില്ലാത്ത അല്ലെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുമ്പോ സഫാ മറുകൾക്കിടയിൽ പ്രാർത്ഥനാ നിർഭരമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, സഈ നടത്തുന്നില്ലേ? എന്തിന്റെ ഓർമ്മയാണത്? അല്ലേ, ഹാജറ ബീവിയെ കുറിച്ച് ഓർക്കുകയാണ്. ആ ഹാജറ ബീവി ആരോരുമില്ലാത്ത കാലത്ത് പിഞ്ചോമന മകനെയും കുറച്ച് ഭക്ഷണവും ഒരു തുകൽ പാത്രത്തിൽ വെള്ളവുമായി തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോ തിരിഞ്ഞു നോക്കാതെ കണ്ണിൽ വെള്ളം നിറച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൈകൊട്ടി വിളിക്കുന്നുണ്ട് ഹാജറ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹു ആണോ കൽപ്പിച്ചത്? താങ്കളോട് അള്ളാഹുവാണോ ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, ഇതല്ല എങ്കിൽ പ്രശ്നമല്ല, നിങ്ങൾ പോയിക്കോ. ഇത് പറയാൻ ഹാജറ ബീവിക്ക് തന്റെ ഇടമുണ്ടായത് നാളെ ഒരു ലോകമുണ്ട് എന്നും അവിടെ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന നിർഭയത്വമായിരുന്നു. സ്വാർത്ഥതയുണ്ടായില്ല. എന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചില്ല. കാരണം എന്തേ? ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പരലോകത്തിന് വേണ്ടിയാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കൊരു വിചാരണ ഉണ്ടാകുമ്പോ ഈ ത്യാഗത്തിന് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു അത്. നോക്കൂ നിങ്ങൾ,
മകൻ ഇസ്മായിലിനെ കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച പദമാണ്. സഹോദരങ്ങളെ പഠിക്കണം കേട്ടോ, അള്ളാഹു ഉപയോഗിച്ച പദമാണ്. ആ ഇബ്രാഹിം തന്റെ കണ്ണിന് കുളിർമയായി തന്റെ കൂടെ പുഞ്ചിരിച്ച് പാൽപ്പല്ലുകൾ കാണിച്ച് വിരലിൽ പിടിച്ച് തന്നോട് സംസാരിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ആ നടക്കുന്ന പ്രായമുണ്ടല്ലോ, അതാണ് അസ്സഈർ. തന്നോടൊപ്പം പുഞ്ചിരിച്ച് കൂടെ കൂടിയ മകൻ. ആ മകനോടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, ഞാനിതാ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, അന്നി അദ്ബഹുക്, നിന്നെ ഞാൻ അറുക്കുമെന്ന്. അല്ലേ? അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? ഫൻദുർ മാദാ തറാ, താങ്കൾക്ക് കാണാൻ പറ്റും. എന്താണ്? യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, താങ്കളോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. മകൻ പറയാ, ഞാൻ ഒരു ക്ഷമാലുവായി താങ്കളുടെ കൽപ്പന കേട്ട് കൂടെ സഞ്ചരിക്കുന്നത് താങ്കൾക്ക് കാണുവാൻ പറ്റും. ആരാ പറഞ്ഞ സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ കൂടല്ലേ LKG UKG 1ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ കൂടല്ലേ നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മൾ ഏറെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മക്കൾ. ഇവരോട് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭാര്യയെയും മകനെയും വളർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാണ്. നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് അറുക്കണം എന്ന് പറയുന്നത് അത് സമ്മതിക്കുന്നത് പോയിട്ട് അതിനേക്കാൾ എത്രയോ 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 ചെറിയ കാര്യങ്ങൾ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങാൻ തയ്യാറില്ല. അല്ലെ? നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന് കുടുംബത്തിൽ പറഞ്ഞാൽ അത് കേൾക്കാൻ ആരുമില്ല. ബിദ്അത്തുകൾ ഒഴിവാക്കണം, നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ വഴി അതാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഇത് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അല്ലെ? നമ്മുടെ പെൺമക്കൾ ജീൻസ് ഒഴിവാക്കണമെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? അവർ തയ്യാറാകുമോ? ഇല്ല. ചെറിയ കാര്യമല്ലേ അത്? ആണിന്റെ വേഷം കെട്ടുന്നത്, പെണ്ണാണിന്റെ വേഷം കെട്ടുന്നത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായ കാര്യമാണ്. നമ്മളെ മക്കൾ ഇങ്ങനെ ശപിക്കപ്പെട്ട പോലെ ഇങ്ങനെ പോവുക. പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതാണ് സ്വന്തത്തിലേക്ക് ഇങ്ങനെ ചുരുങ്ങി. അല്ലെ? നമ്മുടെ ആൺകുട്ടികളോട് വൃത്തിയായി മുടിവെട്ടണമെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇന്ന് മാതാപിതാക്കൾക്ക് ഇല്ല. അല്ലെ? നമ്മുടെ കുട്ടികൾ അവിചാരിതമായി ഒരു പ്രണയക്കുരുക്കിൽപ്പെട്ടു, അത് ഉപേക്ഷിക്കുന്നതാണ് മോളെ മോനെ നിനക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ മക്കൾ തയ്യാറാകും? ഇല്ല. എന്തേ കാരണം? കോസ്മെറ്റിക്സ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊന്ന് ഉപേക്ഷിക്കൂ. ലഹരി അത് സർവനാശമാണെന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കൂ? ഇല്ല. മാത്രല്ല ദീനി സദസ്സിൽ വരണമെന്ന് പറഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കൂ? ഇല്ല. ഇതൊന്നും ഇങ്ങനെ എണ്ണി നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബവും നമ്മുടെ കുടുംബവും എവിടെ നിൽക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ആലോചിക്കണം. അവിടെയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അള്ളയാണെന്ന് തീരുമാനിച്ചാൽ ഭാര്യയോട് പറയേണ്ടതും ഭർത്താവിനോട് പറയേണ്ടതും രണ്ടുപേരും ഒരുപോലെ ജീവിതത്തിൽ പകർത്തേണ്ടതും മാതൃകയായി കാണിച്ചുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും നല്ല മാതൃകയായി ഇബ്രാഹിമായി ഹാജരയായി ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അവിടെ ഇസ്മായിലുമാരുണ്ടാകും, ആയിഷ ബീവിമാരുണ്ടാകും, ഹാജറ ബീവിമാരുണ്ടാകും. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഉണ്ടാക്കാൻ ഈ ദിനത്തിൽ നാം പരിശ്രമിക്കണം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി സഹോദരങ്ങളെ, ഒരു ചെറിയ പ്രയാസങ്ങൾ പോലും ഈ ദീനിന്റെ പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണം പറയുന്നതാണ് മറ്റൊരു മുഖമുദ്ര. അല്ലെ? ഇസ്ലാം പവിത്രമാണ്, ഇസ്ലാമാണ് കാലികമായ മതം, ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആനാണ് അവസാന വേദഗ്രന്ഥം. അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഇത് സമൂഹത്തോട് പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലേ? ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. സാമൂഹികാന്തരീക്ഷം മാറിയിരിക്കുന്നു, ചുറ്റുപാടുകൾ മാറിയിരിക്കുന്നു, വിശ്വാസ രംഗത്ത് മാലിന്യം മാത്രം കൂമ്പാരം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ജാറങ്ങളും ദർഗകളും ഉറൂസുകളുമാണ് ഇസ്ലാം എന്ന് പറയുമ്പോ അല്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന മുദ്രാവാക്യമാണ് ജീവിതത്തിന്റെ മാതൃകയാക്കേണ്ടത് എന്ന് സമൂഹത്തോട് പറയേണ്ടി വരുമ്പോ ചില ആളുകൾ പറയും, ഞാൻ ആരൊക്കെയും ചെയ്തോട്ടെ, പ്രബോധനമൊക്കെ എനിക്ക് ജോലിയാണ്, എനിക്ക് പഠനമാണ്, എനിക്ക് കച്ചവടമാണ്, നാട്ടിലാകെ പ്രശ്നമാണ്, ആശയക്കുഴപ്പമാണ്, അല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പോലും നമുക്കെതിരാണ്. നമുക്ക് സൈലന്റ് ആവാം. ഇസ്ലാമിക് ഫോബിയയുടെ ഈ കാലത്ത് ദഅവത്ത് വലിയ പ്രയാസാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കേൾക്കാനോ പഠിക്കാനോ യാതൊരു അർഹതയും ഇല്ലാത്തവരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ നമ്രൂദ് എന്നൊരു മനുഷ്യൻ ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു. ആ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി ആ രാജ്യക്കാരോട് ആവശ്യപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒട്ടും പിന്മാറിയില്ല. ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ജിബ്രീൽ എന്ന മലക്ക് വന്ന് ചോദിച്ചപ്പോഴും ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അവനാണ് എനിക്ക് പരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം ആ ഇറാഖിലോ ആ ഫലസ്തീനിലോ ആ സൗദി അറേബ്യയിലോ കാണാനുള്ള ഭാഗ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലഭിച്ചിട്ടില്ല. താൻ പടുത്തുയർത്തിയ കഅബാലയത്തിന് ചുറ്റും ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് തവാഫ് ചെയ്യുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അന്ന് കണക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തു പോയ സൽക്കർമ്മത്തിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി നടത്തിയിട്ടുള്ള പ്രബോധനത്തിന്റെ ഫലം ഖിയാമത്ത് നാൾ വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലഭിക്കുന്നുവെങ്കിൽ ഈ മണ്ണാർക്കാടിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ ജാറങ്ങളും ഉറൂസുകളും ദർഗകളുമാണ് ജീവിതം എന്ന് പറയുകയും ഇസ്ലാമിലില്ലാത്ത ബിദ്അത്തുകൾ, ഷിയാക്കളുടെ വിശ്വാസങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നവരോട് വേണ്ടകെട്ടോ സഹോദര, ചെയ്യല്ലേ, നീ പ്രാർത്ഥിക്കല്ലേ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന തൗഹീദിന്റെ ശബ്ദം പറയാൻ നാം എന്തിനു മടിക്കണം? അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഷഹാദത്തിന്റെ പൊരുൾ കിടക്കുന്നത്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദാണ് എന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ ആരോരുമില്ലാത്ത കാലത്ത് മക്കയിലും മദീനയിലും 23 വർഷക്കാലം പ്രബോധനം നടത്തിയതിന്റെ സന്തോഷത്തോടു കൂടിയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചതെങ്കിൽ ഞാനും നിങ്ങളും ഈ മണ്ണാർക്കാട് നിന്ന് ആയിരങ്ങൾ സാക്ഷിയായി നമ്മുടെ മയ്യത്തെടുക്കുമ്പോ നമ്മുടെ മനസ്സിൽ അള്ളാഹു നൽകിയ ഹിദായത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി പരിശ്രമിച്ചതിന്റെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ ഈ നാട്ടിൽ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരങ്ങൾക്കറിയണം, നമ്മുടെ സഹോദരങ്ങൾ നെഞ്ചത്ത് വെച്ച് അസ്തഗ്ഫിറുല്ലാഹ്, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ, ഞങ്ങളുടെ നാട്ടിൽ ഈ തൗഹീദ് ഉണ്ടാവാൻ ഈ മനുഷ്യന്റെ പരിശ്രമം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമാറ് നമ്മൾ പ്രവർത്തിക്കണം. അവിടെയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ആഘോഷങ്ങൾ ഇന്ന് പല അരുതായ്മകൾക്കും ലൈസൻസായി മാറിയ കാലമാണ്, അല്ലെ? വിവാഹങ്ങൾ, ആഘോഷങ്ങൾ ലഹരിക്കും അതുപോലെ തന്നെ ആൺപെൺ മിംഗ്ലിങ്ങിനും ലൈംഗികതക്കും ഏതുവരെ കൊലക്ക് വരെ കാരണമായി തീരുന്നു. മനുഷ്യ ജീവൻ കാലിനിടയിൽ പിഴയുമ്പോൾ പോലും ആഘോഷ ലഹരിയിൽ തിമർത്താടുന്ന കാഴ്ച ബാംഗ്ലൂരിൽ നമ്മൾ കണ്ടു. എന്തേ മനുഷ്യൻ ഇങ്ങനെയായത്? ആഘോഷങ്ങൾ ഇന്ന് ലഹരിക്ക് വേണ്ടിയുള്ളതാണ്, തോന്നിവാസങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വിവാഹ രംഗത്തുള്ള ധൂർത്തും അതുപോലെ തന്നെ വിവാഹ രംഗത്തുള്ള ആഭാസങ്ങളും ഒന്ന് നിർത്തിവെക്കാൻ ഈ മുസ്ലിം ഉമ്മത്തൊന്ന് തയ്യാറായാൽ ഇസ്സത്ത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ദിനത്തെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ദിനം നാം കുടുംബ സന്ദർശനത്തിന് വേണ്ടി, ബന്ധങ്ങൾ ചേർക്കുവാൻ വേണ്ടി നാം തയ്യാറാവണം. പരസ്പരം പ്രാർത്ഥിക്കാനും ഈ കർമ്മങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടി തയ്യാറാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. തക്ബീർ, അല്ലെ? ഇന്നലെ
ആ അറഫ ദിനത്തിന്റെ അന്ന് സുബഹിക്ക് മുതൽ തുടങ്ങി അയ്യാമുത്തെ ശരീക്കിന്റെ അസർ വരെ നാം ചൊല്ലിയ തക്ബീർ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത്, ബലിയർപ്പിക്കുന്ന രംഗത്ത് ആ ബലിക്ക് സാക്ഷിയാവാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ലഭിക്കാതിരുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് ലഭിച്ചതുമായ ഒരു ഹജ്ജ് ഇവിടെ മക്കത്ത് കഴിഞ്ഞു ഈ ദിനങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കും അവിടെ എത്തിച്ചേരാൻ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നല്ല സഹോദരങ്ങളുണ്ട്. അല്ലെ, ഗസയിലും ഫലസ്തീനിലെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇവരൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. എന്നിട്ടാണ് ഈ ആഘോഷ ദിനത്തിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ച് നമ്മളിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഹാജിമാർക്ക് അവർ ചെയ്ത ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വരും വർഷങ്ങളിൽ നമുക്കും ഹജ്ജിന് അള്ളാഹുവിന്റെ പുണ്യഭൂമിയിൽ ഹാജറാകുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇന്ന് പെരുന്നാൾ പോലും ഇന്നും ഇന്നലെയുമായി പെരുന്നാളിന്റെ ഒരാഘോഷവും ഇല്ലാതെ കടന്നുപോയ സഹോദരങ്ങൾ ഉണ്ടാകും. പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളും യുദ്ധക്കെടുതികളും ആശുപത്രികളുമായി കടന്നു പോകുന്നവർ റഹ്മാനായ റബ്ബ് അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യവും സമാധാനവും നൽകി അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മായ്ക്കപ്പെട്ട് സൽക്കർമ്മങ്ങളായി പരിവർത്തിപ്പിച്ച് നാളെയുടെ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗം ലഭിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ ജീവിതവും അള്ളാഹു പരിഗണിക്കുകയും ഇസ്തിഗ്ഫാറിന്റെ കവാടം തുറന്ന് നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഇന്നിന്റെ ഈ സുദിനത്തിൽ ഇവിടെ ഹാജരാകാൻ ആഗ്രഹിച്ചിരുന്ന് ആശുപത്രികളിലും കട്ടിലിലും കിടക്കുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.